signs for your reaction to faith. ഒന്നുകൂടെ ഞാൻ വ്യക്തമായി പറയട്ടെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതികരണങ്ങൾക്ക് ദൈവജനത്തിന് ദൈവം അടയാളം തരുന്ന ഒരു മാസമാണ് നവംബർ മാസം. It is not about God will give you signs for your reaction to faith. ആരൊക്കെ വിശ്വസിച്ച് ഏറ്റെടുക്കുമോ? Who will believe this? ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിശക്തമായ അടയാളങ്ങളോടെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ തൊടുന്നത് നിങ്ങൾ അനുഭവിക്കും. God will touch you with signs and wonders you never saw in your life. ഇന്ന് പകർക്കാലം അതുകൊണ്ട് വളരെയധികം പ്രാർത്ഥനയോടെ, So with prayer, വിശ്വാസത്തോടെ with faith, നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. let's be in the presence of God. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകർക്കാലം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയിലുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ മാറ്റിമറിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തിന്റെ നിറവിൽ ഞങ്ങളെ ഇരുത്തുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനത്തിന്റെ മക്കളുടെ മേൽ ക്രിയ ചെയ്യുന്ന കർത്താവേ, കടന്നത് വന്ന പോലെയല്ല കർത്താവേ, പുതിയ അനുഭവത്തിൽ ട്രാൻസ്ഫോർമേഷൻ കടന്നു പോകുന്ന ജനത്തെ അങ്ങയുടെ നാമത്തെ മാത്രം വാക്കാലം ഉയർത്തും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. അല്പസമയത്തെ ചിന്തയ്ക്കായി മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's read from Mark chapter 11 verse 20 to 24. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. So Jesus answered and said to them, have faith in God. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു വളരെ വ്യക്തമായി പുതിയ നിയമസഭയോടുള്ള ഒരു വലിയ ഓർഡിനൻസ് തരികയാണ്. ആരെങ്കിലും വിശ്വസിച്ച് സംശയിക്കാതെ ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ നടക്കും. So Jesus is giving an ordinance to the New Testament church that if you believe in what you pray, it will happen. പത്രോസ് യേശുവാണ് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു കാഴ്ച കണ്ടിട്ട് യേശുവിനോട് ഇങ്ങനെ പറയുന്നത്, യേശുവേ, നീ ശപിച്ച അത്തിവൃക്ഷം ഉണങ്ങി നിൽക്കുന്നു. So when Peter was walking there and he saw the fig tree, he said to Jesus that this is the fig tree which you cursed. യേശു അത്തിവൃക്ഷം ഉണങ്ങിപ്പോയതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. യേശു പത്രോസിനോട് കൂടുതൽ പറയുക, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. Jesus is not talking about a withered fig tree, but he's telling to Peter that have faith in God. അടുത്ത കർത്താവ് പറഞ്ഞ ഒരു ഏറ്റവും വലിയ മർമ്മപ്രധാനമായ മർമ്മം ഇതാ, നീ വിശ്വസിച്ച് എന്ത് പറഞ്ഞാലും മകനെ നിനക്ക് സാധ്യമാണ്. What the next thing that Jesus tells is that whatever you say with faith, it will happen. ഇന്ന് പകരം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്, ഈ നവംബർ മാസം നിങ്ങൾ വിശ്വസിച്ച് എന്തു പറഞ്ഞാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമായി നടക്കുന്ന ഒരു മാസം. This month of November, what the Lord wants to tell you is that if you have faith and tell, it will happen. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ആ അത്തിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അതിന് ഫലം കായ്ക്കുവാനുള്ള കാലമല്ല. പക്ഷെങ്കിൽ ആ ഭാഗം പഠിക്കും ഇങ്ങനെ കാണുന്നത്, അത് ഇല നിറഞ്ഞ് നിങ്ങൾ അത്തിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത്തിയിൽ ഇല പൊട്ടി വിടുമ്പോൾ തന്നെ അതിൽ ഫലത്തിനുള്ള പുറപ്പാടുണ്ടാകും. ഒരു ഇല നിറഞ്ഞു നിൽക്കുന്ന അത്തിയിൽ എപ്പോഴും അത്തി ഫലം ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. So it's God's purpose that in the fig tree when the leaves are there, it means it's time for blossoming. യേശു ചെന്ന അത്തിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇലയുണ്ട്, ഫലമില്ല. അവിടെ പരിശുദ്ധാത്മാവ് ഒരു മർമ്മം പറയുന്നത്, ഒരു ഡിസീവിംഗ് സ്പിരിറ്റിനെയാണ് യേശു അവിടെ ശാസിച്ച് പുറത്താക്കുന്നത്. So here when Jesus went to the fig tree, it has leaves but no fruit. So the mystery behind is that Jesus rebukes the deceiving. ദൈവസഭയിൽ നമ്മളോടുള്ള ഒരു ദൂതും കൂടെയാണ്. It's a message to us as a church. പലപ്പോഴും നാം വിശ്വാസികളെന്നും വിശ്വാസമുള്ളവരെന്നും പ്രിറ്റൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നാം പ്രിറ്റൻഡ് ചെയ്താൽ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ആ കൊമ്പിനോട് അല്ലെങ്കിൽ വള്ളിയോട് പറ്റിയിരിക്കാതെ, നിങ്ങൾ പറ്റിയിരിക്കുന്നത് പോലെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എടുത്ത് പുറത്തോട്ട് കളയും, നിങ്ങൾ ഉണങ്ങിപ്പോകുവാനിടയായി തീരും. So what Jesus told, especially in John, that we hear that if you abide in the vine, if you do not abide and you pretend like you're abiding, then you will be removed from that. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയില്ല, നാം പറയുന്നത് സംഭവിക്കത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, നീ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വാസമുള്ളവനായി നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിക്കും.
telling us to have faith in God, and what you say will come to pass. ഇന്ന് പകരം നാം കേട്ടതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ്. So what we heard today this morning was about ഇന്ന് പകരം നാം കേട്ട ദൈവ സാന്നിധ്യത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു തലമുറയായി നാം മാറണം എന്നുള്ളതാണ്. a generation that only lives in the presence of ഇന്ന് God. പകരം പരിശുദ്ധാത്മാവേ നീ അങ്ങനെ ജീവിക്കുന്ന ഒരു തലമുറയാണെങ്കിൽ നിന്റെ വാക്കുകൾ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുന്ന വാക്കുകളായി മാറും. So the Holy Spirit tells you, if you live in the presence of God, what you say will come to pass. നാളുകളായി ഒരുപക്ഷേ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കാണുന്നതിന് കാരണം എന്താണെന്നറിയാമോ? Do you know the reason why for many years what you have prayed did not come to നാം pass? വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കും, പക്ഷേ പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയത്തില്ല. It is because we pray with faith, but we don't believe that we will receive it. നാം പ്രാർത്ഥിച്ച കാര്യം ലഭിച്ചു എന്നതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? അടുത്ത പ്രഭാതത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കത്തില്ല, ദൈവമേ തരണമേന്ന് നീ പ്രാർത്ഥിക്കും, ദൈവമേ നീ തന്നതിനായി സ്തോത്രം. The evidence of receiving the things of God is that the next day you will thank God for നാം what you എന്നും വന്ന് ദൈവത്തോട് പറയുന്ന ദൈവമേ അത് തരണേ തരണേന്നാ. നാം ഇന്ന് തരണേ എന്ന് പറഞ്ഞാൽ നാളെ നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ ദൈവമേ നീ തന്നതിനായി സ്തോത്രം എന്ന് പറയും. Today you pray that gift of God, and the next day your prayer should be thanksgiving. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നീ വിശ്വസിച്ച് സംശയിക്കാതെ എന്തു പറഞ്ഞാലും നിനക്കത് സാധ്യമായി തീരും. That is why Jesus said, if you believe and pray, you will ഇന്ന് have. പകൽക്കാലം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ശൈലികളൊന്ന് മാറട്ടെ. We should change our style of prayer. നമ്മൾ എന്നും ദേവസ്വം മുട്ടി പഠിക്കുക പാസ് പറയുന്നത് അജണ്ടയായിട്ട് വന്നിട്ട് പാസ് എന്നും ഒരേ കാര്യം പറയുകയാണ്. Just like the pastor said, when we kneel in prayer, we come with ഇന്ന് നീ our ആഫ്രിക്കയിൽ വേണ്ടി പ്രാർത്ഥിച്ചാൽ നാളെ ദൈവത്തോട് പറയണമെന്ന് ആഫ്രിക്കയിലെ ഞങ്ങളെ ചർച്ച ചെന്നതിനായി If you pray for the African people to come, you should. ഇന്ന് നീ കെനിയൻസിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നാളെ മുട്ടി നടക്കുമ്പോൾ ദൈവത്തോട് പറയണം, ദൈവമേ 1000 കെനിയൻസിനെ ഞങ്ങളെ ചർച്ച തന്നതിനായി സ്തോത്രം. If you pray for the African people, you should thank God for them. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നാളെ നീ പറയണം, അത്തരം ദേവദാസന്മാരെ ഞങ്ങൾ ചർച്ച തന്നതിനായി സ്തോത്രം. If you pray for ministers who do work for God, you should thank God for them. നമ്മുടെ ചർച്ചിനെ കുറിച്ച് ദൈവത്തിന് വേണ്ടി പദ്ധതിയുണ്ട്. God has a purpose for us. അല്ലെങ്കിൽ ഇന്നത്തെ ആരാധന ദർശനം കാണത്തില്ല ദൈവജനങ്ങൾ. Otherwise you won't see the ഇന്ന് vision. കണ്ട ദർശനത്തെ നീ വിളിച്ചു പറ, അത് വാഗ്ദത്തം പോലെ നമ്മുടെ സഭയിൽ ഹല്ലേലൂയ. യേശു പറഞ്ഞു, നീ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും നടക്കാൻ പോവുകയാണ്. If you believe and say, it will come to pass. ഇന്ന് ഈ നവംബർ മാസം അങ്ങനെയാണ് ദൈവനോട് പറഞ്ഞതെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ അതുകൊണ്ട് പറയട്ടെ, നിങ്ങൾ പറഞ്ഞു തുടർന്ന് നീ അടയാളത്തെ കാണാൻ പോകുകയാണ്. So according to that, I would like to say that begin to speak. എന്റെ മുമ്പ് സമയങ്ങളായി ഒന്നിനും പഴയ നിയമ ഭക്തന്മാരെ ചരിത്രം എടുത്ത് വിസ്താരമായി പറയാൻ ആഗ്രഹമുണ്ട്. സമയമില്ലാത്തവരെ തൊട്ടുപോട്ടെ. വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടെ കടന്നു പോകുന്ന ഒരു പിതാവുണ്ട്, അബ്രഹാം. Abraham, in the Old Testament, we see he was a father who went through the 25 വർഷം കാത്തിരുന്ന് പ്രാർത്ഥിച്ച ഒരു വാഗ്ദത്തത്തെ ഹോമയാഗം കൽപ്പിക്കുവാൻ ദൈവം പറയുകയാണ്. God tells him to sacrifice what he waited for 25 years. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിച്ചാൽ കാണുവാൻ കഴിയും. In that Genesis chapter 22, you can see that. ദൈവം പറഞ്ഞ ആ ദൈവിക കൽപ്പന അനുസരിക്കുവാൻ മകനുമായി മോറിയ എന്ന സ്ഥലത്തേക്ക് മലകയറി പോകുന്ന അബ്രഹാം എന്ന പിതാവ്. And we see that Father Abraham going with his son to sacrifice in the mountain. യാത്രയിൽ മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. And in the journey, Isaac asked him, അപ്പൊ വിറകുണ്ട്, there is woods there. തീയുണ്ട്, കത്തിയുണ്ട്, There is fire and sword. യാഗത്തിലുള്ള മൃഗം ഇവിടെ. But where is this animal? വിശ്വാസത്തിന്റെ പരിശോധനയിൽ കടന്നു പോകുമ്പോഴും വിശ്വാസത്തിലുള്ള അബ്രഹാം, ഉറപ്പുള്ള അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ വന്നതെന്നറിയാമോ? വിശ്വാസത്തോട് പറയുന്ന വിശ്വാസത്തിന്റെ പരീക്ഷയുള്ള വാക്കുകൾ പോലും അത്ഭുതമായി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. In the trial of faith, whatever you say in faith, മോറിയ മലയുടെ മുകളിൽ മകനെ കെട്ടിക്കിടത്തി കത്തിയെടുക്കും സ്വർഗ്ഗം വഴി മകനെ തൊടരുത് നീ. heaven told you when he left the son that do not touch him. ആ വാക്ക് കേട്ടതിന് തൊട്ട് പിറകാലെ തന്റെ വിശ്വാസത്തിന്റെ വാക്കുകളുടെ പ്രതിഫലനം അബ്രഹാം കണ്ടു. And in that context, Abraham saw the fulfilling of his അബ്രഹാം പറഞ്ഞ മകനോട് പറഞ്ഞ വഴിയാത്രയിൽ മകനെ ദൈവം കരുതിക്കൊള്ളുന്ന. Abraham told his son, God will provide. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ യാഗമൃഗത്തിലുള്ള ആട്ടുകൊറ്റൻ അവിടെ കുരുങ്ങിക്കിടക്കുന്നു. So Abraham was able to see what ഇന്നാരെങ്കിലും വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടെ കടന്നു പോകുന്നുവോ? if you're going through the trial of ഈ faith, പരിശോധനയിൽ നീ പറയുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ നിനക്ക് അത്ഭുതങ്ങളെ വിളിച്ചു what കൊണ്ടുവരും. you say in faith will bring miracles in this life. പലപ്പോഴും വിശ്വാസത്തിന്റെ പരിശോധന നാം നെഗറ്റീവാ പറയുന്നത്. Many times in our trials, we say എന്നാൽ that. ദൈവസഭയിൽ പോയിക്കാലം വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി തീരുവാൻ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ നീ സാഹചര്യം നോക്കാതെ വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയും, നീ അത്ഭുതങ്ങളെ കാണുവാൻ Our ഇടയാകും. trial of faith, when you go through, say things to faith. വേറൊരു ദൈവ മനുഷ്യൻ
നിൽക്കുകയാണ്. was leading a great crowd of 600,000 people. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടവർ They saw the miracles of God. ഇതാ ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ And they നിൽക്കുകയാണ്. come before a big challenge before them. മോശയുടെ പുറകിൽ കുറഞ്ഞത് ഒരു 40 ലക്ഷം ആൾക്കാരാണെന്ന് കരുതപ്പെടുന്നത്. There might be 4 million people behind Moses. ഒരു മനുഷ്യൻ തനിച്ചു നിൽക്കുകയാണ്. And that man stands alone. ആ പുറകിലുള്ള ജനങ്ങൾ മുഴുവൻ പിറുപിറുക്കുകയാണ്. And all the crowd is complaining. മോശയ്ക്കെതിരെ ദൈവത്തിനെതിരെ ശബ്ദിക്കുകയാണ്. They're complaining against God. കാരണം പുറകിൽ ഫറവോൻ വരികയാണ്. And behind them Pharaoh is coming. മുമ്പിൽ ചെങ്കടൽ മാത്രമേ ഉള്ളൂ. And in front of them there is a Red Sea. ജനം ചോദിക്കുന്നു, ഞങ്ങൾ മരുഭൂമിയിൽ എന്തിന് ഇവിടെ ഞങ്ങൾ മിസ്രൈമിൽ മരിക്കത്തില്ലായിരുന്നു. And the people say, we could have died in Egypt. നിങ്ങൾ നോക്കണം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു 100 പേരേ ഉള്ളൂ. എല്ലാവരോടും സംസാരിക്കുന്ന ദേവദാസൻ പറയും, എന്തൊരു ശബ്ദം മാർക്കറ്റിൽ നിൽക്കുന്നു പറയും. Like last time when we were in the airport, there were 100 people there, and they were talking. He said, "How?" ഒരു 30-45 ലക്ഷം ആൾക്കാർ പുറപ്പെടുന്ന ശബ്ദം എത്ര So ഉണ്ടായിരുന്നു. you can imagine the sound of how 4 million people. ശബ്ദ കോലാഹലത്തിന് നടുവിൽ ഒരു മനുഷ്യൻ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുകയാണ്. In that chaos of sound, നിങ്ങൾ ആരും കണ്ടില്ല മോശയോട് പ്രാർത്ഥിക്കുന്നത്. you don't see Moses. നിങ്ങൾ ആരും കാണത്തില്ല മോശയോട് ദൈവത്തോട് ചോദിക്കുന്നത്. You don't see Moses asking God. ആരാണ് ദൈവത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന മോശ പറയുക, നിങ്ങൾ മിണ്ടാതിരിക്കുക, ഉറച്ചു നിൽക്കുക, നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുക. And Moses says that be calm and know that God will go work in us. ശബ്ദം നിറഞ്ഞ ആ സാഹചര്യത്തിൽ In that chaos of sound, വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് മോശ അടുത്ത വാക്ക് നാം കാണുന്നത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 11-ാം വാക്യം കാണുന്നത്, മോശ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം പറയാ, നീ ചുമ്മാ കൈ നീട്ടണം, ഞാൻ കിഴങ്കാറ്റ് അടിക്കാൻ പോവുകയാണ്. so after saying those words of faith, God tells him that you lift up ശബ്ദ your hand. കോലാഹലത്തിന്റെ ഇടയിൽ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ മോശയോട് ദൈവം പറഞ്ഞു, നീ ഒന്ന് കരം നീട്ടിക്ക്, ഞാൻ കിഴക്കൻ കാറ്റ് കൊണ്ട് അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. God tells Moses to lift up his rod. ഇന്ന് ഈ ശബ്ദ കോലാഹലങ്ങളുടെ നടുവിൽ, അവിശ്വാസത്തിന്റെ വാക്കുകൾ നടുവിൽ സഹോദരി നീ ആയിരിക്കുന്നെങ്കിൽ, നിന്റെ വിശ്വാസത്തെ തകർക്കുന്ന നെഗറ്റീവ് വാക്കുകൾ നീ കേൾക്കുന്നെങ്കിൽ, അതിന്റെ നടുവിൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, നിനക്ക് വേണ്ടി കിഴക്കൻ കാറ്റിന് അടിപ്പിക്കുന്നു. നീ കാണുന്ന ചെങ്കടലിന്റെ ദൈർഘ്യം കൂടുതലാ. നീ കാണുന്ന ചെങ്കടലിന്റെ വിട്ട് വളരെ കൂടുതലാ. നീ കാണുന്ന പ്രശ്നത്തിന്റെ സങ്കീർണത വലുതാ. എന്റെ ദൈവം ഒരു കാറ്റടിപ്പിച്ചാൽ അതിന്റെ നടുവിൽ കൂടെ ഉണങ്ങിയ നിലം നീ കാണുന്ന ഭാഗത്തിൽ നിന്ന് പറയുന്ന പാതയുടെ നടുവിൽ എന്റെ ദൈവം വിശാലതകളെ കൊണ്ടുവരും. നീ കേൾക്കുന്ന ശബ്ദം നീ കാര്യമാക്കല്ലേ. അതിന്റെ നടുവിൽ നീ ദൈവത്തിന്റെ ശബ്ദം വിളിച്ചു പറ. വിശ്വാസത്തോടെ സംസാരിക്കാതെ പറ. ശരീരം നിന്നോട് രോഗിയാണെന്ന് പറഞ്ഞാൽ When your body tells you that you're നീ sick, ശരീരത്തിൽ പ്രവചിക്കുക. prophesy to your body. കാൽവരിയിൽ എനിക്ക് വേണ്ടി ഉണ്ടായ അടുപ്പുള്ള സൗഖ്യം എന്റെ അവകാശമാണ്. എന്ന് പറക്കാൻ നിന്റെ വാക്കുകൾ നിന്റെ അത്ഭുതങ്ങളായി മാറുകയാണ്. Your words will be your miracles. ഇതാ ഒരു സ്ഥലം, ഒരു സൈന്യം ഇസ്രായേലിനെതിരായി വരികയാണ്. So big army is coming against Israel. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. And in Joshua chapter 10 we can see that. അമ്മോന്യർ മുഴുവനായി ഇസ്രായേലിനെതിരായി The വരികയാണ്. Ammonites are coming against Israel. പരാജയപ്പെടുത്തണം അമ്മോന്യരെ. And the Ammonites are coming to. സമയം കുറഞ്ഞു പോവുകയാണ്. And the time is running out. യുദ്ധത്തിന്റെ നടുവിൽ നിൽക്കുന്ന യോശുവ ഒരൊറ്റ പറച്ചില്. യുദ്ധത്തിന്റെ നടുവിൽ നിൽക്കുന്ന യോശുവ ഒരൊറ്റ പറച്ചില വിശ്വാസത്തിന്റെ വാക്ക്. And Joshua says the word of faith in the midst of war. സൂര്യ നീ ഗിബെയോനിൽ നിൽക്ക്. Sun stands still in Gibeon. ചന്ദ്ര നീ അയ്യോനാം താഴ്വരയിൽ നിൽക്ക്. Moon stands still in the valley. ദൈവദാസന്റെ ശബ്ദം കേട്ട് സൂര്യൻ നിന്നു. And the sun stood still. ചന്ദ്രൻ ഉദിച്ചില്ല. And the moon did not rise up. ഇതുപോലെക്കാലം നിന്റെ വിശ്വാസത്തിന്റെ യുദ്ധത്തിൽ നിനക്ക് ജയിക്കുവാൻ നീ തന്നെ പറ. സൂര്യൻ അവിടെ നിൽക്കും, ചന്ദ്രൻ അവിടെ നിൽക്കും, പൈശാചിക ശക്തികൾ മുക്തമാകും. വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന പകർക്കാരമായി മാറും. ദൈവസഭയെ പ്രകൃതിയോട് കൽപ്പിക്കാൻ അധികാരമുള്ളവരാണ് ഇരിക്കുന്നത്. നിങ്ങൾ കുറഞ്ഞവരല്ല. നീ വിശ്വാസത്തോടെ പറ. Say it in faith. നീ പ്രകൃതിയെ നിയന്ത്രിക്കും. You can control നീ it. സാഹചര്യങ്ങളെ You നിയന്ത്രിക്കും. can control circumstances. ശത്രുവിന്റെ മണ്ഡലത്തെ മുഴുവൻ നീ നിയന്ത്രിക്കും. You can control വിശ്വാസികൾ നിയന്ത്രിക്കുന്നത്
സിസേറിയയിൽ നിന്ന് റോമിലേക്ക് കപ്പലിൽ പോകുകയാണ്. I'm going to Rome. ചങ്ങല ധരിച്ച് 276 തടവുകാരുടെ ദൈവ മനുഷ്യൻ. And I'm traveling with 206 people. യാത്രയിൽ കൊടുങ്കാറ്റടിച്ചു. And the journey there was storms. കപ്പൽ തകർന്ന് ജീവാപായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. There was chance of loss of life in the ship. എല്ലാവരും ജീവൻ അപായപ്പെടുവാൻ സാഹചര്യമാണ്. There was chance of loss of അതിന്റെ life. നടുവിൽ ദൈവമനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവം ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു, ആരും മരിക്കുകയില്ല. And in the midst of that, Paul said that God will serve, told him no one will die here. നീ ഒരുപക്ഷെ ഒരു കൂട്ടം തടവുകാരുടെ നടുവിലായിരിക്കാം. You may be in the midst of many prisoners. ദൈവ മനുഷ്യനെ നിന്നെ ബലപ്പെടുത്തിയത് എന്തുവാ? But man of God, what strengthened you? പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയും, എനിക്ക് എന്റെ ദൈവത്തെ അറിയാം. Apostle Paul says, I know my God. കടൽ കൊടുങ്കാറ്റ് കൊണ്ട് ഉയരട്ടെ, Make a storm rise up. തിരമാലകൾ ഉയരട്ടെ, Waves rise up. പാറകൾ തകരുമെന്ന് തോന്നട്ടെ. അതിന്റെ നടുവിൽ എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ വന്ന് പറയും, നീ തകരത്തില്ല. But in the midst of that, God will speak to ഈ you. പകൽക്കാലത്ത് ഇരിക്കുന്ന ആരെങ്കിലും പകൽ തകരുമെന്ന് പാറത്തോടെ ആയിരിക്കുന്നു. നിന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നീ സേവിക്കുന്ന നിന്റെ ഉടയവനായ ദൈവം നിന്റെ ജീവനെ രക്ഷിക്കും. If you are in the midst of shipwreck, God tells you that He will save your life. ഏത് സാഹചര്യത്തിന്റെ നടുവിലും ദൈവവൈദ്യരെ നീ പറയുന്നത് സംശയിക്കാതെ വിശ്വാസത്തിന്റെ In the midst പ്രഖ്യാപനമാണ്. of any circumstances, you should have faith and speed. സദൃശവാക്യം 18-21 വാക്യം ഇങ്ങനെയാ പറയുന്നത്, Proverbs chapter 18 verse 21 says like this. ജീവനും മരണവും നിന്റെ നാവിന്റെ Death അധികാരത്തിലാണ്. and life are in the power of the tongue. ദൈവസഭയെ ഇന്നു മുതൽ ഞാനും നിങ്ങളും വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്താൻ We തുടങ്ങുകയാണ്. should all do proclamation of faith. ഇന്ന് ഇവിടെ നിറഞ്ഞ ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു കവനം എടുക്കാൻ പോവുകയാണ്. Let us make a covenant with God in His presence. ഇന്നു മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ഏത് സാഹചര്യം വന്നാലും ഈ വചനം പറയുന്ന വാഗ്ദത്തങ്ങളെ ഞാൻ വിളിച്ചു I പറയും. only proclaim words of faith. I don't want words of നീ love. വിളിച്ചു പറയുന്ന വാഗ്ദത്തങ്ങൾ നിന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ പോവുകയാണ്. Your proclamation of faith will change your circumstances. കർത്താവ് പറഞ്ഞില്ല, This is what the Lord told. ആരും സംശയിക്കാതെ, If you do not doubt, ആരും ഹൃദയത്തിൽ സംശയം വെക്കാതെ, if you do not keep doubt in your heart, വിശ്വാസത്തോടെ പ്രഖ്യാപനം ചെയ്താൽ if you proclaim with faith, നീ പറയുന്നത് നിന്റേതായി മാറും. what you say will happen to you. അതിനുള്ള അടയാളങ്ങളെ നിനക്ക് തരും. He will give you signs for life. വിശ്വാസത്തിന്റെ പരിശോധന നടന്നുപോയ അബ്രഹാം പറഞ്ഞു, അവനത് കണ്ടു. Abraham went to the trial of faith. Saw. വിശ്വാസത്തിന്റെ പാതി വന്ന മോശ പറഞ്ഞു, മോശ അത് കണ്ടു. Moses spoke in the trial of faith and he saw. ദൈവ സാന്നിധ്യത്തിൽ കൂടാരം വിട്ടു പിരിയാതിരുന്ന യോശുവ അത് പറഞ്ഞു, യോശുവ അത് കണ്ടു. Moses proclaimed, he saw. താഴേക്കുള്ള വിശ്വാസത്തിന് വേണ്ടി ചെങ്കല ധരിച്ചവൻ അത് പറഞ്ഞു, അത് കണ്ടു. What the people, men of God, who stood. അങ്ങനെ നിങ്ങൾ സുഖക്കാരൻ ഫേസ്ബുക്കിലിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ പറയുന്നതും അങ്ങനെ തന്നെ സംഭവിക്കും. ഇന്ന് പകൽക്കാലം നിങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു പകൽക്കാലമാണ്. Let me get tired of preaching. നമ്മുടെ നാവിന്റെ അധികാരം, ജീവനും മരണത്തിനും അധികാരം വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനായി തീരട്ടെ. Let the life and power of our tongue be for the proclamation of faith. ഈ മാസം നിങ്ങൾക്ക് വേണ്ടി തെളിവുകൾ സഹിതം, അടയാളങ്ങൾ സഹിതം നിങ്ങൾ പറയുന്ന ചെയ്യുന്ന ഒരു മാസമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. God has told that this month, whatever you say, look at നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് എനിക്കറിയത്തില്ല. I don't know what you're going to proclaim. ഹൃദയത്തിൽ സംശയിക്കാതെ പറ, ഒന്നും അസാധ്യമല്ല. But if you believe it, നമ്മൾ ഇന്ന് ഇവിടെ പാടിയ nothing is difficult for thee. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടില്ല. oh God,